നമുക്കറിയാം, കുറച്ചു കാലങ്ങളായി മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ ഇങ്ങനെ പോര് മുറുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചില അസ്വാരസ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പട്ടിക്കാട് ജാമിയ നൂരിയ സമ്മേളനം കടന്നു വരുന്നത്. ജാമിയ നൂരിയ സമ്മേളനത്തിൽ നിന്നും സമസ്തയുടെ നേതാക്കളെ, അഥവാ SYSന്റെയും SKSSFന്റെയും അങ്ങനെ തുടങ്ങി സമസ്തയുടെ പോഷക സംഘടനകളിലെ നേതാക്കന്മാരെ മാറ്റി നിർത്തിയത് ലീഗ് നേതൃത്വത്തിന്റെ അറിവോടുകൂടെയാണെന്നുള്ള അപവാദങ്ങൾ പുറത്തു വരികയും സമ്മേളനത്തിന് ശേഷം ലീഗിനെതിരെ പരസ്യമായി പല പ്രചരണങ്ങളും സമസ്തയുടെ വേദികളിൽ നിന്ന് കൈവിട്ടുമെന്നും അങ്ങനെയൊരു തറവാടില്ലെന്നും തുടങ്ങിയുള്ള പഴയകാല സമസ്ത ലീഗ് ബന്ധത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ നിർഭാഗ്യവശാൽ അത്തരത്തിലുള്ള കമാൻഡുകൾ നമ്മൾ കേൾക്കാൻ ഇടയായിട്ടുണ്ട്. എന്നാൽ ചില നേതാക്കളും ഇപ്പോൾ ലീഗിന്റെ ഭാഗത്തു നിന്നും പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, മുസ്ലിം ലീഗ് നേതൃത്വം എന്ന് പറയുന്നത് എപ്പോഴും പാണക്കാട് കുടുംബത്തിന്റെ കീഴിലാണ്. ഈ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി ഒരു നെടുന്തൂണായി നിൽക്കുന്നത് പാണക്കാട് കുടുംബമാണ്. ഇപ്പോൾ സാദിഖ് അലി തങ്ങളാണ് മുസ്ലിം ലീഗിനെ നയിക്കുന്നത് എന്ന് ഒരുപക്ഷെ നമുക്ക് പറയാം. ലീഗിലെ മറ്റ് നേതാക്കന്മാർ, കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള ആളുകളാണ് രാഷ്ട്രീയപരമായി കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഉൾഭാഗങ്ങളിലെങ്കിൽ പോലും പാണക്കാട് കുടുംബത്തെ മുൻനിർത്തിക്കൊണ്ട്, പാണക്കാട് കുടുംബത്തെ, തങ്ങൾ കുടുംബത്തെ കാണിച്ചുകൊണ്ടാണ് എപ്പോഴും മുസ്ലിം ലീഗ് ഇതാണ് നേതൃത്വം എന്ന് പരിചയപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ പാണക്കാട് കുടുംബത്തിന് കേരള മുസ്ലിം സമൂഹത്തിൽ ഒരു സമുദായ പാർട്ടി എന്ന നിലയിൽ പാണക്കാട് കുടുംബത്തിന് വലിയ വിലയും അന്തസ്സും ഇക്കാലം എത്രയും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ അന്തസ്സും വിലയും ഒക്കെ പാണക്കാട് കുടുംബത്തിന് ഉണ്ടാകാൻ കാരണം നമുക്കറിയാം, അത് സമസ്തയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെയുള്ള സുന്നികൾ എപ്പോഴും പറയുന്നത് തങ്ങന്മാരെ വളരെ ആദരവോടുകൂടി കാണണമെന്നാണ്, അഹ്ലുബൈത്തിനെ വളരെ ബഹുമാനത്തോടുകൂടി കാണണമെന്നാണ്. അപ്പോൾ അത്തരത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശപ്രകാരം സമസ്ത ഇവിടെ പ്രചരിപ്പിച്ചു കൊണ്ടിരുന്നതും സമസ്തയുടെ ആളുകളെ അത് വിശ്വസിപ്പിച്ചു കൊണ്ടിരുന്നതും അതിൻ്റെ ഫലമായിട്ടാണ് പാണക്കാട് തങ്ങന്മാർക്ക് ഇത്തരത്തിൽ വലിയൊരു മൂല്യം, വലിയൊരു സ്ഥാനം സമൂഹത്തിനുള്ളിൽ ഉണ്ടായത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയുമെന്ന കാര്യത്തിൽ എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. എന്നാൽ ഇപ്പോൾ ഒരു വഹാബിയായ ഒരു മുസ്ലിം ലീഗുകാരൻ സുന്നികളെ തങ്ങൾ സ്നേഹം പഠിപ്പിക്കുന്നത് നമുക്കൊന്ന് കാണാം. ഇപ്പൊ ചില കൂട്ടര് ആളെ പേരും കുന്നൊന്നും പറയില്ല. വന്ധ്യനായ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഇത്ര അന്തസ്സായ ലീഡർഷിപ്പ് നൽകിയത് പാണക്കാട് കുടുംബ. ആ പാണക്കാട് കുടുംബത്തിനെ പരോക്ഷമായി ഫ്രെയിം ചെയ്തുകൊണ്ട് വർത്തമാനം പറയാൻ തുടങ്ങി. ഇവര് പറഞ്ഞു, പാണക്കാട് തങ്ങൾ വിമർശനത്തിന് അതീതനല്ല. നിങ്ങൾക്ക് പാണക്കാട് തങ്ങളെ വിമർശിക്കാം, മുസ്ലിം ലീഗിനെ വിമർശിക്കാം. അതിന് CPMന്റെ വേദിയിലേക്ക് പോകണം, അല്ലെങ്കിൽ BJPന്റെ വേദിയിലേക്ക് പോകണം, അല്ലെങ്കിൽ INLന്റെ വേദിക്ക് പോകണം, അല്ലെ PDPന്റെ വേദിയിലേക്ക് പോകണം, അല്ലെങ്കിൽ SDPന്റെ വേദിക്ക് പോകണം. അത്തരം വേദി പോയിട്ട് പറയാനുള്ളത് തുറന്നു പറഞ്ഞു. അല്ലാതെ ദീനുൽ ഇസ്ലാമിന്റെ വേദി ഉപയോഗിച്ച് ഞങ്ങളെ വന്ധ്യരായ നേതാക്കളെയും അവരുടെ കുടുംബത്തെയും കുറിച്ച് ഇനി ആരെങ്കിലും പറഞ്ഞാൽ അത്ര മാത്രമേ നമുക്ക് അവരോട് പറയാനുള്ളൂ. കാരണം ഇതൊന്നും വല്ലാതെ നോക്കിക്കാൻ കഴിയില്ല. പറയേണ്ട സമയത്ത് തന്നെ പറയണം. ഇത് ഓരോ ദിവസം കൂടുന്തോറും കളിച്ച് വാപ്പയും കഴിഞ്ഞ് മൂത്താപ്പയിലേക്ക് എത്തുന്ന കോലത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആർക്കും പോയി കൊട്ടിപ്പോകാവുന്ന ഒരു വീടല്ല കൊടപ്പരക്കൽ. മറ്റു ഇതര സമുദായങ്ങൾ പോലും വളരെ ആദരവിൽ കാണുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അതാണ്, പാണക്കാട് തങ്ങളെ നിങ്ങൾക്ക് വിമർശിക്കണമെങ്കിൽ CPMന്റെയോ PDPയുടെയോ SDPയുടെയോ വേദിയിൽ പോയി നിങ്ങൾ വിമർശിക്കണമെന്നാണ് മുസ്ലിം ലീഗ് നേതാവ് ഷാഫി ചാലിയം പറയുന്നത്. അഥവാ മുജാഹിദിന്റെ വേദിയിലാവാം. പാണക്കാട് തങ്ങന്മാരെയും മറ്റ് തങ്ങന്മാരെയും ഒക്കെ ഇങ്ങനെ ഒരു തങ്ങൾ കുടുംബം ഇല്ലെന്നും ഇങ്ങനെ ഒരു വലിയൊരു ബഹുമതിയുടെ ആവശ്യമില്ലെന്നും എല്ലാവരും സാധാരണക്കാരായ മുസ്ലിമീങ്ങളാണെന്നും പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന വഹാബികളുടെ സ്റ്റേജിൽ ഇത്രകാലം പറഞ്ഞുകൊണ്ടിരുന്നതിനെതിരെ ഈ വഹാബിയായ മുസ്ലിം ലീഗുകാരൻ ഒന്നും പറയുന്നില്ല. എന്നാൽ സുന്നികൾ ഇത്രകാലം തങ്ങന്മാരെ ബഹുമാനിക്കണമെന്നും ഈ കുടുംബത്തിന് ബഹുമതിയുണ്ടെന്നും സാധാരണക്കാരെ പോലെയല്ല റസൂലുള്ളാഹിന്റെ അഹ്ലുബൈത്തെന്നും കേരള സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമസ്തയുടെ നേതാക്കൾ
എന്തെങ്കിലും ഒരു അസ്വാരസ്യത്തിന്റെ പേരിൽ തങ്ങളെ ആദരിച്ചുകൊണ്ട് തന്നെ ലീഗിനെതിരെ പരോക്ഷമായ വിമർശനങ്ങൾ നടത്തുമ്പോൾ അവരെ തങ്ങൾ സ്നേഹം പഠിപ്പിക്കുവാൻ ഇവിടെ പുത്തൻവാദി രംഗപ്രവേശനം നടത്തുകയാണ്. എന്നാണ് ഈ മുജാഹിദുകൾക്ക്, പുത്തൻവാദികൾക്ക് ഈ തങ്ങന്മാരോട് ഈ സ്നേഹമുണ്ടായത്? പലപ്പോഴും ചില ആളുകൾ വീഡിയോകളിലൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മുസ്ലിം ലീഗ് എപ്പോഴും പ്രതിസന്ധിയാകുന്ന സമയത്താണ് ഈ തങ്ങൾ സ്നേഹം പുറത്തു വരുന്നതെന്ന്. അല്ലെങ്കിൽ ചില ലീഗുകാർക്ക്, പ്രത്യേകിച്ച് വഹാബികളായ ലീഗുകാർക്ക് തങ്ങന്മാരോടൊരു സ്നേഹവും ഇല്ലെന്ന്. കാരണം നമുക്കറിയാം, ഇവിടെ സമസ്തയുടെ അമരത്തിരിക്കുന്നത് സയ്യിദ് ജിഫിരി മുത്തുക്കോയ തങ്ങളാണ്, അതൊരു തങ്ങളാണ്. അതുപോലെ തന്നെ ഉള്ളാൾ തങ്ങൾ, കഴിഞ്ഞുപോയ AP വിഭാഗത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രസിഡന്റായിരുന്ന ഉള്ളാൾ തങ്ങൾ, അതുപോലെ ഖലീൽ ബുഖാരി തങ്ങൾ, അതുപോലെ അങ്ങനെ തുടങ്ങി ഒരുപാട് തങ്ങൾ കുടുംബം കേരളത്തിൽ ഉണ്ടെങ്കിലും പല സംഘടനയുടെ നേതൃത്വത്തിലും അമരക്കാരായും നിൽക്കുന്നുണ്ടെങ്കിലും പാണക്കാട് കുടുംബത്തിന് പ്രത്യേകിച്ചൊരു പദവി, അങ്ങനെ ഒരു പദവി ഇല്ലല്ലോ. ഖുറൈശി തറവാട്ടിൽപ്പെട്ട റസൂലുള്ളാഹിന്റെ അഹ്ലുബൈത്തായ തങ്ങന്മാർക്ക് എപ്പോഴും ഒരേ പദവി എല്ലാവർക്കും കൊടുക്കേണ്ടതാണ് എന്നാണ് ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം. അത്തരത്തിൽ നോക്കുമ്പോൾ പാണക്കാട് കുടുംബത്തിന് പ്രത്യേകിച്ചുള്ള ഒരു പദവി എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അമരത്തിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ രാഷ്ട്രീയ പാർട്ടിയുടെ അമരത്തിരിക്കുന്ന ഒരാളെ വിമർശനത്തിന് അതീതമല്ല എന്ന് ഈ ഷാഫി ചാലിയം തന്നെ പറയുന്നു, വിമർശിക്കാവുന്നതാണ്. പിന്നെ ഏതൊരു സംഘടനകൾക്കും ഏതൊരു പ്രസ്ഥാനത്തിനും ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക്, അഥവാ നമ്മുടെ സംഘടനകൾക്ക് സമസ്തക്കെതിരെ പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ജാമിയ നൂരിയ സമ്മേളനത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർക്കെതിരെ ഒരുപക്ഷെ പ്രസംഗിക്കുന്നതിന് എന്താണ് തെറ്റ്? ഇദ്ദേഹത്തിന്റെ വിശ്വാസപ്രകാരം, ഇദ്ദേഹത്തിന്റെ ആശയപ്രകാരം അതിന് യാതൊരു പ്രശ്നവുമില്ല. പിന്നെ ഇവിടെ നിർഭാഗ്യവശാൽ ഈ സമസ്തക്കിടയിലും മുസ്ലിം ലീഗിനും ഇടയിൽ നടക്കുന്ന അസ്വാരസ്യത്തെ ഒന്നും കൂടി കൊഴുപ്പിക്കുവാൻ, അങ്ങനെയുണ്ടല്ലോ, ഒന്നും കൂടി ഈ കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കുക എന്നൊക്കെ പറയുന്ന ഒരു ജോലിയാണ്. മുസ്ലിം ലീഗ് തന്നെ ഇതിനെതിരെയൊന്നും പ്രതികരിക്കണ്ട എന്ന് പറയുമ്പോൾ ഇതൊന്നും അധികം നോക്കി നിൽക്കാൻ പറ്റില്ലെന്ന രീതിയിൽ കലക്ക് വെള്ളത്തിൽ മീൻ പിടിച്ച് ഒന്നും കൂടി കലക്കി ഒരു പ്രശ്നം വിപുലമാക്കുവാനുള്ള ഒരു ശ്രമമാണ് ഈ ഷാഫി ചാലിയം നടത്തുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. വഹാബികൾക്കല്ലെങ്കിൽ എപ്പോഴാണ് ഈ പാണക്കാട് തറവാടിനോടും ഈ തങ്ങന്മാരോടുമുള്ള സ്നേഹമുണ്ടായത്? ഇതൊക്കെ വളരെ നിർഭാഗ്യവശാൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണെന്നേ നമുക്ക് പറയാൻ പറ്റൂ. ഈ ചുരുങ്ങിയ കാലഘട്ടത്തിലേക്ക് മാത്രം നമുക്കറിയാം, മുസ്ലിം ലീഗിലെയും സമസ്തയിലെയും നേതാക്കളും പല പ്രവർത്തനങ്ങളിലും പല യൂണിറ്റുകളിലും എല്ലാ തലങ്ങളിലും ഒരേ നേതാക്കളുള്ള കീഴടങ്ങളിലേക്ക് ഇറങ്ങി വന്നാൽ പ്രത്യേകിച്ച് ഒന്ന് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സംഘടനകളാണ് മുസ്ലിം ലീഗും അതുപോലെ സമസ്തയും എന്ന് പറയുന്നത്. അതിനിടയിൽ ഈ അടുത്തുണ്ടായ ഒരു നിർഭാഗ്യവശാലുണ്ടായ ഒരു അസ്വാരസ്യത്തിൻ്റെ ഭാഗമായാണ് ഇത്തരം പ്രസംഗങ്ങളൊക്കെ നടക്കുന്നത്. ഈ ജാമിയ നൂരിയ സമ്മേളനത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പോൾ അതിന് മുറുക്കം കൂടി. അങ്ങനെ സംസ്ഥയുടെ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ ചില കൈവിട്ട് പരാമർശവും മറ്റുമൊക്കെ ഇത്തരത്തിലൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ മുസ്ലിം ലീഗ് ഈ സമുദായത്തിലെ വലിയൊരു സംഘടന എന്ന നിലക്ക് സമസ്തയെ അത്തരത്തിൽ ആക്രമിക്കാൻ പാടില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അത്തരത്തിൽ ആക്രമിക്കരുതെന്ന്, ഇതിനെതിരെയൊന്നും മറുപടി പറയരുതെന്ന് മുസ്ലിം ലീഗ് തീരുമാനമെടുത്തെങ്കിലും ഈ ഷാഫി ചാലിയത്തിൻ്റെയൊക്കെയുള്ള ഈ പ്രസംഗത്തിനൊക്കെ ശേഷം നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ വലിയ നേതാവ് കുഞ്ഞാലിക്കുട്ടിയും അത്തരത്തിൽ വീണുപോകുന്നത് വളരെ നിർഭാഗ്യവശാൽ നമുക്ക് കാണാനിടയായി. അതൊന്ന് കേൾക്കാം. പാണക്കാട് കുടുംബത്തിൻ്റെ സ്വാധീനമുള്ളിടത്തൊക്കെ ഉറച്ച നേതൃത്വവും അതുപോലെ തന്നെ കമാൻഡിങ്ങുമായി ഇന്നും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അത് സമൂഹത്തിനുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഗുണം കുറച്ചൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ആ ലീഡർഷിപ്പിൽ അതിനിവിടെ ശ്രീരാമനുണ്ണി പറഞ്ഞതുപോലെ അതിനോളം ഉയരാൻ നോക്കുക എന്നല്ലാതെ അതിൻ്റെ കൊമ്പും ജില്ലയും മുറിക്കാൻ വേണ്ടി ആരും തന്നെ തയ്യാറാവേണ്ടതില്ല. കാരണം അത് സമൂഹത്തിൻ്റെ സ്വത്താണ്. എറിഞ്ഞാലെത്താത്ത ഉയരത്തിലാണ് ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, എറിഞ്ഞാലെത്താത്ത ഉയരത്തിലാണ് ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും ചന്ദ്രനെ മൂടിക്കളയാൻ ഒരു കാർമേഘവും ഇന്നോളം അതിന് സാധിച്ചിട്ടില്ല.
എന്ന് വീണ്ടും വീണ്ടും ആണയിട്ട് പറഞ്ഞുകൊണ്ടും. അപ്പൊ അതാണ്, അതിനോളം ഉയരാൻ നോക്കുക എന്നല്ലാതെ അതിന്റെ കൊമ്പും ചില്ലയും വെട്ടാനൊന്നും ആരും ശ്രമിക്കേണ്ടതില്ല എന്നാണ് കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. അങ്ങനെയൊന്നും കൊമ്പും ചില്ലയും വെട്ടാൻ കഴിയില്ലെന്നർത്ഥം. അതുപോലെ കാർമേഘം, ചന്ദ്രനെ മൂടാൻ മാത്രമുള്ള കാർമേഘമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാണ് നമ്മുടെ സമദാനി സാഹിബ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നു, ഏതെങ്കിലും ഒരു വഹാബി ചോട്ടാമോട്ടാ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ എവിടെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അതിനെ നമുക്കൊരു പക്ഷേ അങ്ങനെയെങ്കിലും വിലയിരുത്താമായിരുന്നു. പക്ഷെ മുസ്ലിം ലീഗിന്റെ അമരക്കാരൻ വലിയ നേതാക്കൾ തന്നെ ഇത്തരത്തിൽ സമസ്തയിലെ നേതാക്കൾക്കെതിരെ, അഥവാ കൊമ്പും ചില്ലയും വെട്ടണ്ട എന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞതിന്റെ അർത്ഥം നമുക്കറിയാം. പട്ടിക്കാട് ജാമിയ നൂരിയ സമ്മേളനത്തിന് ശേഷം സമസ്തയുടെ കീഘടകങ്ങളിലെ ചില നേതാക്കൾ അത്തരത്തിൽ തന്നെ പ്രതികരിച്ചിരുന്നു. അങ്ങനെയൊരു തറവാടില്ലെന്നും അങ്ങനെ വലിയൊരു ഒരു സംഭവമൊന്നുമില്ലെന്നും പണ്ഡിതന്മാരും സമസ്തയുമാണ് ഇവിടെ വലുതെന്നും ഞങ്ങൾക്ക് പ്രത്യേകിച്ചാരോടും കടപ്പാടില്ലെന്നും അങ്ങനെ സമസ്തയിലെ നേതാക്കന്മാരെ കൊള്ളെ ആരെങ്കിലും കടന്നു വന്നാൽ അവരെ കൈവെട്ടുമെന്നുമൊക്കെയുള്ള രീതിയിൽ വളരെ കർശനമായി വളരെ ശക്തിയോടെ തന്നെ പ്രസംഗത്തിൽ ചില വാക്കുകൾ ഉപയോഗിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനുശേഷമാണ് പാണക്കാട് തങ്ങന്മാരുടെ കൊമ്പും ചില്ലയൊന്നും വെട്ടാൻ നിങ്ങളാരും ഇവിടെ തികഞ്ഞിട്ടില്ല എന്ന അർത്ഥത്തിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബും സമദാനി സാഹിബും ഒക്കെ ഇത്തരത്തിൽ പറയേണ്ടി വരുന്നത്. പക്ഷെ ഞാൻ പറയുന്നു, ഇത്തരത്തിൽ സമസ്തയുടെ ചില ചെറിയ കീഴ്ഘടകങ്ങളിലെ നേതാക്കളിൽ നിന്ന് അത്തരത്തിൽ പരാമർശം ഉണ്ടായാൽ തന്നെ മുസ്ലിം ലീഗിലെ മുതിർന്ന നേതാക്കൾ നമുക്കറിയാം വളരെ മാന്യമായി ബുദ്ധിപരമായി പ്രതികരിക്കേണ്ടിയിരുന്നു. ഇപ്പുറത്തു നിന്ന് വരുന്ന ചില പ്രതികരണങ്ങൾക്ക് അതേ രീതിയിൽ മറുപടി കൊടുക്കുമ്പോൾ പാണക്കാട് തങ്ങൾക്ക് ഇത്രകാലം സ്ഥാനവും മാനവും കൊടുത്ത് ഈ ഒരു രീതിയിൽ വളർത്തിക്കൊണ്ടുവന്ന സമസ്തയിലെ പണ്ഡിതന്മാർ, അല്ലെങ്കിൽ കേരളത്തിലെ വലിയ സുന്നത്ത് ജമാഅത്ത് സുന്നികൾ എന്ന് പറയുന്ന സമൂഹം അവരെ വേദനിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവരിൽ വാശിയുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നിർഭാഗ്യവശാൽ നടക്കുന്നതെന്ന് പറയാതെ വയ്യ. ഇത്തരത്തിൽ ചെറിയ നേതാക്കൾ ആരെങ്കിലും തന്നെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും കണ്ടില്ല കേട്ടില്ലെന്ന് വെച്ച് സമസ്തയിലെ നേതാക്കളായ പണ്ഡിതന്മാരെ, പ്രത്യേകിച്ച് ജിഫ്രി മുത്തുക്കോയ തങ്ങളെപ്പോലെയുള്ളവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവരെയൊക്കെ സമൂഹത്തിന് മുന്നിൽ നല്ല നിലയിൽ തന്നെ അവതരിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു ഒരു ഉയർന്ന രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ഇവിടെ വേണ്ടത്. നമുക്കറിയാം, മുസ്ലിം സമുദായത്തിലെ വലിയൊരു രാഷ്ട്രീയം മുസ്ലിം സമുദായ പാർട്ടി എന്ന നിലക്ക് എല്ലാവരുടെ വോട്ടും നേടുവാൻ മുസ്ലിം ലീഗ് എപ്പോഴും ശ്രമിക്കണം. മുസ്ലിം ലീഗ് അവിടെയും ഒരു വിടവുണ്ടാക്കി അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടാക്കി സമസ്തക്ക് ഇവിടെ നഷ്ടപ്പെടാനൊന്നുമില്ല. സമസ്ത നമുക്കറിയാം ഒരു ദുനിയാവിൻ്റെ പേരിൽ പടുത്തുയർത്തുന്ന ഒരു സംഘടനയല്ല. കേരളത്തിലെ ഇരു സമസ്തകളായാലും അവർ ദൈവത്താണ് അവരുടെ ഉദ്ദേശം. കേരളത്തിലെ മുസ്ലിമീങ്ങളെ ആർജവത്തോടുകൂടെ നിലനിർത്തിക്കൊണ്ട് അവർക്ക് ദീനുൽ ഇസ്ലാം എന്താണെന്ന് പഠിപ്പിക്കുകയും എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യലാണ് സമസ്തയുടെ ഉദ്ദേശമെങ്കിൽ ഈ ദുനിയാവിൽ അവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒന്നും നഷ്ടപ്പെടാനില്ല. അത്തരത്തിൽ നോക്കുമ്പോൾ ഇവിടെ വോട്ട് വേണ്ടതും ഇവിടെ അധികാരത്തിൽ വരേണ്ടതും ഇവിടെ രാഷ്ട്രീയപരമായി മുന്നേറേണ്ടതും ഒക്കെ ഇവിടെ മുസ്ലിം ലീഗിനാണെങ്കിൽ ഈ ഒരു വിഷയത്തിൽ ഞാൻ പറയുന്നു, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മുസ്ലിം ലീഗുകാർ തന്നെയാണ്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ തന്നെയാണെന്ന് പറയാതെ വയ്യ. അത് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പോയി മുന്നിൽ 100 ആളെ കാണുമ്പോൾ കഴിഞ്ഞ പ്രസംഗങ്ങൾക്കൊക്കെ ഇത്തരത്തിൽ മറുപടി പറയുകയാണെങ്കിൽ തീർച്ചയായും സമസ്തയും ലീഗും തമ്മിൽ വലിയൊരു വിള്ളൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്തരം വിഷയങ്ങളിലും ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ മാന്യമായി ഇടപെടണം, പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി. അതാണ് നമ്മുടെ മൊയ്ൻ തങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കുന്നത്. നമുക്കൊന്ന് കേൾക്കാം. ചില്ല വെട്ടാനും പോകുന്നില്ല, അതൊക്കെ ചിലരുടെ വെറും തോന്നലുകളാണ്. പ്രായമാകുന്നതിനനുസരിച്ച് കാഴ്ചകൾക്ക് മങ്ങൽ വരും, അതൊക്കെ ചികിത്സിച്ചാൽ മാറുമെന്നും മൊയ്ൻ തങ്ങൾ പറയുന്നു. ഇവിടെ ആരും കൊമ്പിന്റെ ചില്ല വെട്ടാനും പോകുന്നില്ല. സൂര്യന്റെ വിഷയം ഇവിടെ ഇല്ല, മേഘങ്ങൾ വരുന്ന വിഷയമൊന്നുമില്ല. അതൊക്കെ ഒരു തോന്നലാണ്. പ്രായം ആകുന്നതിനനുസരിച്ച് നമുക്ക് മങ്ങലുകൾ വരും, കാഴ്ചകൾ. അപ്പോൾ അതൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ മാറും.
അരുൺ അമർനാഥുണ്ട്. അരുൺ പരോക്ഷമായി തന്നെ മറുപടി നൽകിയാണ്. കഴിഞ്ഞ ദിവസമാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടായത്. തങ്ങൾ കുടുംബത്തിനെ വല്ലാതെ തങ്ങൾ കുടുംബത്തിനേറെ അക്രമങ്ങൾ ഉണ്ടാകുന്നു, അതിനെ പ്രതിരോധിക്കാൻ മുന്നിട്ടിറങ്ങുമെന്ന നിലയ്ക്കൊക്കെയായിരുന്നു കുഞ്ഞാലിക്കുട്ടി സംസാരിച്ചത്. അപ്പൊ അതാണ് പാണക്കാട് തങ്ങൾ കുടുംബത്തിൽ തന്നെ വെട്ട മൊയ്ൻ അലി തങ്ങൾ പറയുന്നു അതൊക്കെ ഒരു വെറും തോന്നലാണ്, അങ്ങനെ ആരും ഇവിടെ ചില്ല വെട്ടാനൊന്നും പോകുന്നില്ല, ചന്ദ്രനെ മറയുന്ന മേഘങ്ങളുടെ പ്രശ്നം ഇവിടെ ഇല്ല, അതൊക്കെ വെറുതെ തോന്നുകയാണ്, പ്രായമാകുമ്പോഴുള്ളതാണെന്ന് രീതിയിൽ അതിനെ ചെറുതാക്കി കാണുവാനാണ് മൊയ്ൻ അലി തങ്ങൾ അത്തരത്തിലാണ് അതിനെ എടുക്കുന്നത്. അതിന് വലിയ രീതിയിൽ ഇത്തരത്തിൽ തന്നെ പ്രതികരിക്കുവാൻ മൊയ്ൻ അലി തങ്ങൾ തയ്യാറായില്ല എന്നത് ചില മുസ്ലിം ലീഗുകാർക്ക് അതിൽ വിഷമമുണ്ടാക്കി എന്നുള്ളതാണ്. പക്ഷെ ഞാൻ പറയുന്നു ഇത്തരത്തിൽ വളരെ നിസ്സാരമാക്കി കളഞ്ഞാൽ മതി. വളരെ നിസ്സാരമായി അതിനെ കാണുന്നു. എന്തിനാണ് തമ്മിലടിപ്പിക്കുന്ന രീതിയിൽ വളരെ സ്ട്രോങ് ആയ രീതിയിൽ എന്തിനു പ്രതികരിക്കണം? ഇന്നലെ ഒരു മുസ്ലിം ലീഗുകാരനുമായി ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം മൊയ്ൻ അലി തങ്ങൾക്കെതിരെയാണ് സംസാരിക്കുന്നത് കണ്ടത്. അത് പുകഞ്ഞ കൊള്ളിയാണെന്ന രീതിയിൽ പണ്ടേ അങ്ങനെയാണ് പറയുന്നതെന്നൊക്കെയുള്ള രീതിയിൽ മൊയ്ൻ അലി തങ്ങൾ ഇവിടെ ഈ വിഷയത്തിൽ ഞാൻ പറയുന്നു വളരെ മാന്യമായിട്ടാണ് പ്രതികരിച്ചത്. അത്തരത്തിലൊന്നുമില്ല, അതൊക്കെ വെറുതെ തോന്നുകയാണ് എന്നുള്ള രീതിയിലല്ലേ അദ്ദേഹം പറഞ്ഞത്. ഒരു രാഷ്ട്രീയക്കാരൻ ഇത്തരത്തിൽ തമ്മിൽ തല്ലിക്കുന്ന രീതിയിൽ യുവാക്കളുടെ രക്തം ജ്വലിപ്പിക്കുന്ന രീതിയിൽ പ്രതികരിച്ചാൽ പ്രശ്നം കൂടുതൽ വഷളാവുകയുള്ളൂ. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ അതിനൊക്കെ ഇങ്ങനെ മാന്യമായി ആരെയും എവിടെയും വലിയ വിഷയമാക്കാതെ അതിനെയൊക്കെ സില്ലിയായി എടുത്തുകൊണ്ട് പ്രതികരിക്കണമെന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. പാണക്കാട് തങ്ങൾ കുടുംബത്തിൽ നിന്ന് തന്നെ ഉള്ള മൊയ്ൻ അലി തങ്ങൾ പറയുന്നു അതൊക്കെ വെറും തോന്നലാണ്, ചിലർ അങ്ങനെ വെറുതെ പറയുകയാണ്, അതിലൊന്നും ചില്ല വെട്ടാനോ മറ്റോ പോകുന്നില്ല എന്ന് തന്നെയാണ് മൊയ്ൻ അലി തങ്ങൾ പറയുന്നത്. ഞാൻ പറയുന്നു മൊയ്ൻ അലി തങ്ങൾ ഇവിടെ പക്വതയോടുകൂടെ പ്രതികരിച്ചു. എന്നാൽ ചില ആളുകൾ ഈ മൊയ്ൻ അലി തങ്ങളെ തള്ളിക്കൊണ്ടും മോശമാക്കിക്കൊണ്ടും പറയുമ്പോൾ അവർക്ക് അപ്പുറത്ത് സാദിഖ് അലി തങ്ങളോടുള്ള ഈ തങ്ങൾ സ്നേഹം എന്തുകൊണ്ട് ഈ മൊയ്ൻ അലി തങ്ങളോട് ലഭിക്കുന്നില്ല എന്ന് അവർ സ്വന്തം ശരീരത്തോടൊന്ന് ചോദിച്ചു നോക്കണം എന്നുകൂടി ഉണർത്തുന്നു. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഷാഫി ചാലിയത്തിൻ്റെ വഹാബിസവും വഹാബി ബന്ധവും ഇപ്പോൾ തുടങ്ങിയ ഈ തങ്ങൾ കുടുംബത്തിലെ സ്നേഹവുമൊക്കെ ഞാൻ മാത്രം പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും. അത് സമസ്തയിലെ ഒരു ഉസ്താദ് തന്നെ പറയുന്നത് കേൾക്കാം. ചില ആളുകൾ സമസ്തയെ പരിഹസിക്കാനും ചില ആളുകൾ സമസ്തക്ക് ദീനു പഠിപ്പിക്കാനും ചില ആളുകൾ സമസ്തക്ക് അദബ് പഠിപ്പിക്കാനൊക്കെ രംഗത്ത് വരുന്നത് ഖേദകരമാണ്. അവരോട് സഹതാപം മാത്രമേ ഉള്ളൂ. സമസ്തകരുടെ ജംഇയ്യത്തുൽ ഉലമ ഒരു നൂറ്റാണ്ടുകാലം ഇവിടെ മുന്നോട്ട് പോയത് കണിശമായ ആദർശത്തോടു കൂടെ തന്നെയാണ്. ആ ആദർശത്തിൽ സമസ്തക്കു കണിശതയുള്ളത് കൊണ്ടൊന്നു മാത്രമാണ് പ്രതിബന്ധങ്ങൾ പേമാരികളെ പോലെ പലയിടത്തു നിന്നും പെയ്തിറങ്ങിയപ്പോഴും അതിനെയൊക്കെ ചെറുത്തു തോൽപ്പിക്കാൻ സമസ്തക്കു സാധ്യമായത്. ഈ അടുത്ത് ഒരു രാഷ്ട്രീയക്കാരന്റെ പ്രസംഗം എൻ്റെ ഒരു സുഹൃത്തിനിക്ക് അയച്ചു തന്നു. ആ രാഷ്ട്രീയക്കാരൻ പറയുകയാണ്, പാണക്കാട്ടെ സാദാത്യങ്ങളെ നിങ്ങൾ ദീനുൽ ഇസ്ലാമിന്റെ വേദിയിൽ ആക്രമിക്കരുത്, ദീനുൽ ഇസ്ലാമിന്റെ വേദിയിൽ ആക്ഷേപിക്കരുത്, അതിന് നിങ്ങൾ INL-ന്റെ വേദിയിലേക്ക് പോയിക്കോ, CPM-ന്റെ വേദിയിലേക്ക് പോയിക്കോ എന്നൊക്കെ പറഞ്ഞു പ്രസംഗിക്കുന്നത്. ഞാനിങ്ങനെ ഇദ്ദേഹത്തെ കുറിച്ച് പഠിച്ചപ്പോൾ ഇദ്ദേഹത്തിന്റെ വിശ്വാസപ്രകാരം പാണക്കാട്ടെ സാദാത്യങ്ങൾ പരിശുദ്ധ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് വിശ്വസിക്കുന്നവരാണ്. ഇവൻ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനമാണ്, അല്ലെങ്കിൽ ഇവൻ ഉൾക്കൊള്ളുന്ന ആശയധാരയാണ് പാണക്കാട്ടെ സാദാത്യങ്ങൾ. ഉറുക്കെഴുതുന്നതും നൂല് മന്ത്രിക്കുന്നതും രഹസ്യമായി വീഡിയോ പകർത്തി അറബിയിലാക്കിയിട്ട് വിദേശ രാജ്യങ്ങളിൽ പ്രബോധനം നടത്തി വിദേശ രാജ്യങ്ങളിൽ പ്രചരിപ്പിച്ചു. പാണക്കാട്ടെ സാദാത്യങ്ങൾ അവർ മുശ്രിക്കീങ്ങളാണ്, അവർ ശിർക്കിന്റെ വാഹകരാണ്, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കളാണെന്ന് പറഞ്ഞ് ഇവിടെയുള്ള വഹാബികളാണ് രഹസ്യമായി വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അറേബ്യൻ നാടുകളിൽ പോയി ബഹുമാനപ്പെട്ട പാണക്കാട്ട് സാദാത്യങ്ങൾക്കെതിരെ പ്രചരിപ്പിച്ചത്. അതുമാത്രമല്ല ഇവരുടെ വേദികളിലാണ് നിരന്തരം, ഇവിടെയുള്ള വഹാബികളുടെ വേദികളിലാണല്ലോ നിരന്തരം ഇങ്ങനെ ഒരു സയ്യിദന്മാരെ തലപ്പത്തിരുത്തുക എന്നത് ഷിയായിസമാണ് എന്ന് ഇവരാണ് പറയാറുള്ളത്. അതുമാത്രമല്ല സയ്യിദന്മാരെ എന്തിനാണ് ഒരു കാര്യം ഉദ്ഘാടനം ചെയ്യാൻ സയ്യിദന്മാരെ വിളിക്കുന്നത്? ഏതെങ്കിലും ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ വിളിച്ചാൽ പോരെ എന്ന് പരസ്യമായി വേദികളിൽ പ്രഭാഷണം നടത്തുന്നവരാണിവർ. എന്നിട്ട് അവരെ പോലത്തെ ആളുകളാണ് സമസ്തക്ക് അഹ്ലു ബൈത്തിനെ ആദരിക്കാനുള്ള പാഠം പഠിപ്പിക്കുന്നത്. അപ്പൊ ചുരുക്കത്തിൽ മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള ഈ പ്രശ്നം നിർഭാഗ്യവശാൽ സംഭവിച്ചതാണെന്നും ഇരു നേതാക്കളും സംയമനം പാലിക്കണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. പ്രത്യേകിച്ച് ഈ ഒരു കാലാവസ്ഥയിൽ നമുക്കറിയാം ഉള്ള ഒരു സമുദായത്തിനുള്ളിലെ യോജിച്ച സംഘങ്ങൾ തന്നെ തെറ്റിപ്പോകുന്ന രീതിയിൽ, രണ്ടായി പോകുന്ന രീതിയിൽ,
പിളർന്നു പോകുന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ട ഒരു സന്ദർഭമല്ല. പരമാവധി യോജിച്ചു നിൽക്കാൻ കഴിയുന്ന മേഖലകളിലൊക്കെ എല്ലാവരും, പ്രത്യേകിച്ച് സമുദായം, യോജിച്ചിരുന്നു കൊണ്ട്, അതുപോലെ ഇതര രാഷ്ട്രീയ പാർട്ടികളോടും സഹകരിച്ചുകൊണ്ടൊക്കെ നിൽക്കേണ്ട ഒരു സന്ദർഭമാണ്. ഫാസിസം കൊത്തിത്തിന്നാൻ നോക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ നമുക്കറിയാം, ഇപ്പോൾ പള്ളി പൊളിച്ച അമ്പലത്തിൻ്റെ ഉദ്ഘാടനമൊക്കെ വളരെ ഗംഭീരമായി മുഴുവൻ കേന്ദ്ര തല സ്ഥാപനങ്ങൾക്കൊക്കെ അവധി കൊടുത്തുകൊണ്ട് ആഘോഷമാക്കുമ്പോൾ, ഇനിയും ഇത്തരത്തിലുള്ള ഫാസിസ്റ്റ് ഭീകരരുടെ പ്രവർത്തനങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു കാലാവസ്ഥയിൽ പരമാവധി യോജിക്കുവാൻ പറ്റുന്നവരൊക്കെ യോജിക്കേണ്ട ഒരു സന്ദർഭമാണെന്ന് നമുക്കറിയാം. അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഈ വിള്ളൽ സൃഷ്ടിക്കുമ്പോൾ നമുക്കറിയാം, മുസ്ലിം ലീഗ് ഒരുപക്ഷെ കാന്തപുരം വിഭാഗവുമായി ഇത്തരത്തിൽ അകന്നു നിന്നില്ലായിരുന്നുവെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ശക്തി എത്രത്തോളം വലുതാകിയിരിക്കുമായിരുന്നു എന്ന് ഞാൻ ഒന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനും അതിലേക്കൊന്ന് ചിന്ത കൊണ്ടുപോകാനും മാത്രം ഒന്ന് പറഞ്ഞു പോകുകയാണ്. എത്രയായാലും ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ, ഈ മുസ്ലിം ലീഗും സമസ്തയും വിഷയം വരുമ്പോൾ, പട്ടിക്കാട് ജാമിയ നൂരിയ സമ്മേളനത്തിൽ നിന്ന് യാതൊരു സമ്മതവും കൂടാതെ സമസ്തയെ മാറ്റി നിർത്തപ്പെടുമ്പോൾ സമസ്തക്ക് കാന്തപുരത്തിൽ ഒരുപാട് പഠിക്കാനുണ്ടെന്ന് കൂടി ഓർമ്മപ്പെടുത്തി. ഈ അസ്വാരസ്യങ്ങൾ, ഈ പ്രശ്നങ്ങൾ, സമുദായത്തിലെ സംഘടനയും സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം.